നമസ്കാരം. ഭാരതീയം ചാനൽ 50യിലേക്ക് ഏവർക്കും സ്വാഗതം. ഭാരതീയം ചാനൽ 50 ആദ്യമായി സംപ്രേഷണം ചെയ്യുന്നത് തിരുവനന്തപുരത്തെ പോത്തങ്കോട് ദേശത്തുള്ള കരൂർ ക്ഷേത്രത്തിന്റെ പുരാതന കാലഘട്ടത്തിലേക്ക് ഒരു തിരിഞ്ഞുനോട്ടം. തിരുവനന്തപുരം പോത്തങ്കോട് നാടുവാഴികൾ വാണിരുന്ന കാലത്തെ കരയൂരിന്റെ ഊര് എന്നറിയപ്പെട്ടിരുന്ന പിൽക്കാലത്ത് കരൂർ എന്നറിയപ്പെട്ട ഒരു സ്ഥലമുണ്ട്. അവിടെ ശ്രീ മഹാദേവന്റെയും ശ്രീ മഹാവിഷ്ണുവിന്റെയും പുരാതനമായ ക്ഷേത്രങ്ങൾ ക്ഷേത്ര സമുച്ചയങ്ങളായി സ്ഥിതി ചെയ്യുന്നു. കാലപ്പഴക്കം നിർണയിക്കാൻ പോലും കഴിയാത്ത അത്രയും പഴക്കം ഈ ക്ഷേത്രങ്ങൾക്ക് ഉണ്ടത്രേ. ശ്രീ മഹാദേവന്റെ തിരുമുറ്റത്ത് പ്രൗഢിയോടെ നിൽക്കുന്ന മുത്തച്ഛൻ ആൽമരം തന്നെ വരുന്ന ഭക്തജനങ്ങൾക്ക് മനസ്സിന് പോസിറ്റീവ് എനർജി നൽകുന്നു. തിരുവിതാംകൂർ മഹാരാജാവായിരുന്ന ശ്രീമൂലം തിരുനാൾ മഹാരാജാവിന്റെ കാലത്ത് ഈ അമ്പലം ഏറ്റെടുക്കുകയും മണ്ഡപകുന്ന് ഉൾപ്പെടെയുള്ള ക്ഷേത്ര സമുച്ചയം സ്ഥിതി ചെയ്യുന്ന ഇടത്ത് ചുമടുതാങ്ങിയും തണ്ണീർ പന്തലും കിണറും അന്നാട്ടിലെ ജനങ്ങൾക്കായി പണി കഴിപ്പിക്കുകയും ചെയ്തു. പിൽക്കാലത്ത് നാട്ടുകാരും പിന്നെ ദേവസ്വം ബോർഡിന്റെയും കീഴിലായ ക്ഷേത്രം ജീർണാവസ്ഥയിലേക്ക് എത്തിയപ്പോൾ ഉപദേശ സമിതിയുടെ പൂർണ്ണമായ നേതൃത്വത്തിൽ നാട്ടുകാരുടെ സഹായ സഹകരണത്താൽ കരൂർ രാമപുരം ശ്രീ മഹാവിഷ്ണുവിന് അമ്പലം പുതുക്കി പണിയാനായി തീരുമാനിക്കുകയും മേടത്തിലെ മാധവ മാസത്തിൽ ഏറെ പ്രിയപ്പെട്ട ഭഗവാന്റെ ദിനമായ വ്യാഴാഴ്ച കൂടിയായ ശുഭമുഹൂർത്തത്തിൽ പുനഃപ്രതിഷ്ഠാകർമ്മം നടക്കുകയും ഉണ്ടായി. വൃത്താകൃതിയിലുള്ള ശിലാക്ഷേത്രത്തിന്റെ പ്രൗഢി ഉദയസൂര്യ ഭഗവാന്റെ കിരണങ്ങളാൽ ശോഭിക്കുന്നു. നമ്മുടെ ചുറ്റിനുമുള്ള ക്ഷേത്രങ്ങളുടെ പഴമയിലേക്കും ഐതിഹ്യങ്ങളിലേക്കും ഇറങ്ങിച്ചെല്ലുമ്പോൾ ഒരല്പം സമയം അവിടെ ചിലവഴിക്കുമ്പോൾ ജീവിതത്തിലെ എല്ലാ വിഷമതകളും മാറി മനസ്സ് പൂർണ്ണമായ ആനന്ദത്തിലേക്ക് എത്തിച്ചേരുന്നത് മനസ്സിലാക്കാൻ സാധിക്കും. ക്ഷേത്രാങ്കണങ്ങൾ കൂടിച്ചേരലുകളുടെയും നന്മയുടെയും നാട്ടറിവുകളുടെയും ഇടങ്ങളായിരുന്നു. നഷ്ടപ്പെട്ടു പോയ നമ്മുടെ പഴയകാലത്തെ നന്മ തിരിച്ചെടുക്കുവാൻ നമുക്കെല്ലാം കഴിയട്ടെ എന്ന പ്രാർത്ഥനയോടെ ഭാരതീയം ചാനൽ 50. നമ്മുടെ ഈ ചാനൽ നിങ്ങളിലേക്ക് എത്താൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഓൾ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യൂ. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. നന്ദി, നമസ്കാരം.